ഇറാൻ US ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് തിരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനുമായുള്ള ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ലെബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ വ്യക്തമാക്കൽ. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകിട്ടണം. രണ്ട് പ്രധാന വ്യവസ്ഥകൾ പാലിക്കാതെ US-ഉമായുള്ള ചർച്ചകൾ ആരംഭിക്കാൻ കഴിയില്ല എന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എക്സിൽ കുറിച്ചു. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, ഇസ്ലാമാബാദ് അവിടെ ഒരു ചർച്ച നടക്കുമ്പോൾ അതിലെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പക്ഷേ അവിടെ പ്രശ്നം ഈ പാകിസ്ഥാന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് ഇസ്രായേലിന് പോലും സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന തരത്തിലാണ് ആദ്യം കാര്യങ്ങൾ വന്നതെങ്കിലും അതിന് ഇപ്പോൾ കഴിയുമോ എന്ന സംശയം അവിടെ ബലപ്പെടുകയാണ്. പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി എടുക്കുന്ന ചില നീക്കങ്ങളായി ഇതിനെ പല കോണുകളിൽ നിന്ന് സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഇറാനും അങ്ങനെ ഒരു നിലപാടാണ്. ഇപ്പോഴൊരു ചർച്ചയ്ക്ക് ഉള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി അങ്ങോട്ടേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹം പോയതായതിനുള്ളൊരു സ്ഥിരീകരണം ഇല്ല. എന്നാൽ അമേരിക്കയുടെ പ്രതിനിധികൾ അവിടെ നിന്നുള്ള JD വാൻസ് വൈസ് പ്രസിഡന്റ്, അതുപോലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഒക്കെ ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു നീക്കം വന്നിട്ടില്ല. രണ്ട് പ്രധാന കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, വെടിനിർത്തലിൽ ലെബനൻ്റെ ഭാഗത്തു നിന്നുകൂടി വെടിനിർത്തൽ ഉണ്ടാകണം. ലെബനനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് വേണ്ടത് എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അത് ഈ ഘട്ടത്തിൽ അമേരിക്ക അംഗീകരിക്കുന്നില്ല. പക്ഷേ ലെബനനുമായ ഒരു ചർച്ച അടുത്ത ആഴ്ച അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ലെബനൻ്റെയും അമേരിക്കയും ഇസ്രായേലിൻ്റെയും അവിടുത്തെ അമേരിക്കയിലെ അംബാസഡർമാർ തമ്മിൽ ഒരു ചർച്ച വാഷിങ്ടണിൽ നടത്താനൊക്കെയായുള്ള ഒരു നീക്കം നടക്കുന്നു. പക്ഷേ അതിന് മുന്നോടിയായി ഒരു ചർച്ചയുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഏതായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് ഒരല്പം പ്രതീക്ഷകൾ നൽകുന്നു. പക്ഷേ അത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഈ നയങ്ങൾ എത്രമാത്രം ഇറാൻ അംഗീകരിക്കുമെന്ന കാര്യത്തിലുള്ള സംശയം വരുന്നു. പ്രധാനമായി ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവർക്ക് ഈ യുദ്ധത്തിലുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം അത് പരിഹാരം കാണണം എന്നൊരു വാദം ഇറാൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിത് അവരുടെ തടഞ്ഞുവെക്കപ്പെട്ട ആസ്തികളെല്ലാം വിട്ടുകിട്ടണം, ലെബനനുമായി ഉള്ള ഒരു വെടിനിർത്തൽ കൂടി ഉണ്ടായാൽ മാത്രമേ ഈ ചർച്ചകളിൽ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിനും ഈ പാകിസ്ഥാൻ്റെ നിഷ്പക്ഷതയിൽ വലിയ സംശയമുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ നമുക്കറിയാം, പാകിസ്ഥാൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ യുദ്ധം നീണ്ടുപോകുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ പൂർണ്ണമായി തകർന്നടിയുമെന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഇറാന് സമീപത്ത് ഉള്ള പാകിസ്ഥാനിലെ പ്രദേശങ്ങളിൽ വലിയ തോതിൽ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഖൈബർ പക്തുങ്ക്വ മേഖലകളിൽ പാകിസ്ഥാനിൽ അവിടെ ഒരു വിമത നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ബലൂച്ച് നമുക്കറിയാം വലിയ തോതിൽ പാകിസ്ഥാനുമായി ചേർന്ന് പോകാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നതോടുകൂടി വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു മുൻകൈ എടുക്കുന്നതും. മാത്രമല്ല, അമേരിക്ക നടത്തുന്ന അല്ലെങ്കിൽ നിർബന്ധങ്ങൾക്ക് വഴങ്ങി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അവരുടെ നിഷ്പക്ഷതയെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയും ചെയ്യുന്നു. ഏതായാലും ലെബനനുമായുള്ള കൂടിക്കാഴ്ചകൾ വൈകാതെ നടക്കും. പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ അത് പാകിസ്ഥാനിലൂടെ സാധ്യമാണോ എന്നറിയില്ല. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഷട്ടിൽ ഡിപ്ലോമസി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഈ ഷട്ടിൽ നയതന്ത്രം എന്നാൽ രണ്ടുപേരെയും മുഖാമുഖം ഇരുത്തി അതിന് നടുവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫോ അല്ലെങ്കിൽ ഈ പട്ടാള മേധാവി അസിം മുനീറോ ഇരുന്നൊരു ചർച്ച നടത്തുന്നതിനപ്പുറത്തേക്ക് അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുക, പിന്നീട് ഇറാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുക, പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുമായി വീണ്ടും ചർച്ച നടത്തുക. ഇത്തരത്തിലൊരു ഷട്ടിൽ ഡിപ്ലോമസിയിലൂടെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവർ കരുതുന്നത്. പക്ഷേ ഇത് എത്രമാത്രം
ഫലവത്താകും എന്നുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതുള്ളൂ. ഏതായാലും ഇപ്പോൾ പോപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. സഹവർത്തിത്വവും സമാധാനപൂർവമായ സഹവർത്തിത്വം ആണ് വേണ്ടത് എന്ന് ഈ പാകിസ്ഥാൻ ചർച്ചകൾക്ക് മുന്നോടിയായി പോപ്പ് ലിയോ 14 എക്സിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ ഇനി ഇത് സമാധാനം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ട്രംപിൻ്റെ ഭീഷണി വരുന്നു. ഇഫ് ടോക്സ് ഫെയിൽ, ട്രംപ് പറയുന്നത് ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത്. US-ൻ്റെ പടക്കപ്പലുകൾ വീണ്ടും ആയുധങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ നടക്കുന്ന ചർച്ചകൾ ഒന്നും ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും കനത്ത ആക്രമണം ഉണ്ടാകും എന്നും പറയുന്നു. ഏതായാലും ലെബനനിൽ ഇപ്പോൾ 1888 പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ലെബനനിലെ നിലപാട് എന്ത് എന്നത് ചോദ്യമാകുന്നു. ട്രംപ് വീണ്ടും ഭീഷണി സന്ദേശവുമായി വരികയാണ്. ഏതായാലും ഷഹബാസ് ഷെറീഫിനും അതുപോലെ ഈ അസിം മുനീറിനും എത്രമാത്രം ഇതിലൊരു മധ്യസ്ഥ ശ്രമം കൊണ്ടുവരാൻ കഴിയും എന്നത് ഇപ്പോൾ വലിയ തോതിൽ ആശങ്ക ഉയർത്തുകയാണ്. റൈറ്റ്, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും വലിയ ആശങ്ക അവിടെ നിലനിൽക്കുന്നു. ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് US വൈസ് പ്രസിഡന്റ്.